സന്തോഷം സുഗന്ധം പോലെയും ദുഃഖം മുറിവിൻ്റെ വേദന പോലെയും എന്നാണ്. അപ്പോൾ സന്തോഷം പെട്ടെന്ന് എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യുകയും പെട്ടെന്ന് അത് പോവുകയും ചെയ്യും. ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ആ സുഗന്ധം അങ്ങ് മാറും. ഒരു ഘട്ടത്തിലൊക്കെ മറ്റ് സിനിമകൾ പോലും ഞാൻ കാണാറുണ്ടായിരുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വേറെ എന്തെങ്കിലും തരത്തിൽ ഒരു അതുകൊണ്ട് തന്നെ ഒരുപാട് ചില ഘട്ടങ്ങളിൽ ഞാൻ പലരെ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ മമ്മൂക്കായെ ഒരു 5-6 വർഷത്തിന് ശേഷം കാണുന്നത്. നേരിട്ട് വന്ന് വർത്തമാനം പറയാം. പൊടിക്കാറ്റ് അല്ലെങ്കിൽ സാൻഡ്സ്റ്റോം എന്നൊക്കെ പറഞ്ഞത് നമ്മളങ്ങനെ എഴുതി വെച്ചു. പിന്നെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടി. നമുക്കത് ഇപ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും നമുക്ക് അന്നൊന്നും ചിന്തിച്ചില്ല. എന്ന് വെച്ചാൽ ഈ കാറ്റത്ത് ക്യാമറ വെക്കാൻ പറ്റത്തില്ല. പല പ്രാവശ്യവും ഒരുപാട് ദിവസങ്ങളിലുള്ള ഇവരുമായിട്ട് നമുക്ക് വഴക്കുണ്ടാക്കേണ്ടി വരും. കാരണം അവർ ക്യാമറ പുറത്തിറക്കത്തില്ല. നമ്മുടെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൊക്കെ നമുക്കൊരു ഡെസേർട്ടിൽ പകൽ മണലിൽ കിടന്നുറങ്ങുമെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? പക്ഷേ ആ സാഹചര്യം നമ്മളെ കൊണ്ട് ചിലപ്പം ആദ്യത്തെ 9 വർഷം കൊണ്ട് ഞാൻ 7 സിനിമ ചെയ്തു. ഈ 11 വർഷത്തിലൊരു സിനിമ ചെയ്തുള്ളൂ എന്നുള്ളതൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇതിൻ്റെ എല്ലാ പ്രോസസ്സും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ആടുജീവിതം സിനിമയ്ക്ക് വേണ്ടി വന്നതാണ്. പക്ഷേ എനിക്ക് എൻ്റെ ആയുസ്സിലുള്ളതാണ്, ആയുസ്സിനോട് ചേർത്ത് നിൽക്കുന്നതാണ് ഈ സിനിമ. ബ്ലെസ്സിയുടെ ഒരു അടുത്ത ചിത്രം എന്തായിരിക്കും എന്ന് ചോദിക്കാമോ? ഇപ്പോൾ ഈ സിനിമയുടെ ഒരു ഹാങ് ഓവർ മാറട്ടെ എന്നുള്ളതാണ്. ഈ കാണുന്ന പ്രേക്ഷകർ പോലും പറയാറുണ്ട് ഇതിൻ്റെ ഹാങ് ഓവർ മാറിയില്ല എന്നൊക്കെ. അപ്പോൾ എത്രത്തോളം എൻ്റെ തലച്ചോറിൽ ഇനിയും ഒഴിയാൻ സമയമെടുക്കും എന്നുള്ളതാണ്. സംവിധായകൻ ബ്ലെസ്സിയാണ് മീഡിയ വണ്ണിനൊപ്പം. സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ ആടുജീവിതത്തിന് മുൻപ് ചെയ്തിട്ടുള്ള സിനിമകളാണെങ്കിൽ ഇപ്പം തന്മാത്ര, കാഴ്ച, ഭ്രമരം, അതിലൊക്കെയുള്ള നായക കഥാപാത്രങ്ങൾ വളരെ നിസ്സഹായരായിട്ടുള്ള മനുഷ്യരാണ്. അവരുടെ വേദനകൾ മുഴുവൻ തീരുന്നില്ല. പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ തോന്നും. പക്ഷെ ആശ്വസിപ്പിക്കൽ വരെ നമുക്ക് സാധിക്കുള്ളൂ. കാരണം അവരുടെ വിഷമങ്ങൾ തീർത്തു കൊടുക്കാൻ ആർക്കും കഴിയാത്തൊരു രീതിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഈ മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ, വേദന, അത് എല്ലാ സിനിമകളിലും കേന്ദ്ര കഥാപാത്രങ്ങളിൽ തന്നെ ഒരു പ്രധാന കാര്യമായിട്ട് വരുന്നത് എങ്ങനെയാണ്? ഈ നോവുമായിട്ട് നമ്മൾ ഒരുപാട് വർഷം സഞ്ചരിക്കണമല്ലോ. ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയിൽ സംവിധായകൻ കഥാപാത്രത്തിൻ്റെ വേദനകളിലൂടെയും കടന്നു പോകുമല്ലോ. അപ്പോൾ വേദനയുമായിട്ട് ഇത്രയും സമരസപ്പെട്ട് ഇങ്ങനെ ഓരോ സിനിമകൾ എടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് ഒരു ബോധപൂർവമായ ഒരു ശ്രമമൊന്നുമല്ല. പക്ഷേ നമ്മൾ അനലൈസ് ചെയ്യുമ്പം ശരിയാണ്. ഈ പറഞ്ഞ പോലെയുള്ള ഒരു വേദനകൾ അറിയാതെ ഞാൻ കൂടുതൽ സൂക്ഷിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഇത് ആദ്യമല്ല ഈ ചോദ്യം. അതുകൊണ്ട് തന്നെ ഇതിനെനിക്ക് സ്ഥിരമായ ഒരു ഉത്തരമുണ്ട്. വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നൊരു 11 വർഷമായി ഞാനൊരു സിനിമ എൻ്റേതായിട്ട് വന്നിട്ട്. അതുകൊണ്ട് ഒരു 11 വർഷത്തിൻ്റെ പഴക്കമെങ്കിലും കാണും ഈ ഉത്തരത്തിൽ. സന്തോഷം സുഗന്ധം പോലെയും ദുഃഖം മുറിവിൻ്റെ വേദന പോലെയും എന്നാണ്. അപ്പോൾ സന്തോഷം പെട്ടെന്ന് എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യുകയും പെട്ടെന്ന് അത് പോവുകയും ചെയ്യും. ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ആ സുഗന്ധം അങ്ങ് മാറും. ദുഃഖം എന്ന് പറയുന്നത് മുറിവിൻ്റെ ഒരു വേദനയാണ്. ആ വേദന എന്ന് പറയുന്നത് ആ മുറിവ് ഉണങ്ങുന്നത് വരെയും ഇങ്ങനെ നീറി നിൽക്കുന്നൊരു വേദനയാണ്. അപ്പം നമ്മളെ കുറച്ച് വിട്ടുപോകാൻ കുറച്ച് സമയമെടുക്കും. തിയേറ്ററിൽ പെട്ടെന്ന് നമ്മൾ സിനിമ ഉപേക്ഷിക്കില്ല. ഇല്ല, ഒരു സിനിമകളും അങ്ങനെ ആളുകൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഈ സിനിമയിൽ തന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കില്ലേ പോയി സൈനുവിനെയും കുഞ്ഞിനെയും കാണുന്നത്, അങ്ങനെ ഒരു രംഗം കൂടെ ഒക്കെ ചെയ്യാമായിരുന്നില്ല എന്ന് ചോദിച്ചു. ശരിക്കും ആദ്യം അങ്ങനെ എഴുതിയിരുന്നു. ഇതിൻ്റെ ഒരു റോളിംഗ് ടൈറ്റിൽ വരുമ്പോഴത്തേക്ക് നജീബും സൈനുവും കുട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വള്ളത്തിലൊക്കെ പോകുന്ന പോലൊക്കെയുള്ള സീനുകളൊക്കെ എഴുതിയിരുന്നു. അത് ഷൂട്ട് ചെയ്യാനായിട്ട് പ്ലാനും ചെയ്തിരുന്നു. പക്ഷെങ്കിൽ ഇതിൻ്റെ ഒരു എഡിറ്റിങ് മറ്റു കാര്യങ്ങളിങ്ങനെ കൂടുതൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിൽ തോന്നുന്നത് അതിനേക്കാൾ അപ്പോഴത്തേക്കൊരു വീണ്ടും പെട്ടെന്ന് വേറൊരു അതിന് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഇവർ തമ്മിലുള്ള ചിലപ്പോൾ അതിനേക്കാട്ടും ആദ്യമായിട്ട് കാണുന്ന ഒരു മൊമെൻറ്റിനായിരിക്കും ചിലപ്പോൾ ഇമോഷണലി കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉണ്ടാവുക. അപ്പോൾ അത് ഭയങ്കര വീണ്ടും വേറൊരു സീക്വൻസായിട്ട് മാറും. അതായത് ഒരു ചെറിയൊരു സീനിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ അല്ല. അപ്പോൾ ഇതിനെ ഒരു ഘട്ടത്തിൽ നമ്മൾ നിർത്തുമ്പോൾ ഓരോരുത്തർക്കും അന്നയ്ക്ക് തോന്നുന്ന പോലെ ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക് തോന്നുന്നത്. ഇവരുടെ ഒരു
കണ്ടുമുട്ടലിനെ കുറിച്ച്. അപ്പോൾ ഒരു നിങ്ങളെ കൂടെ അതിൻ്റെ പങ്കാളികളാക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ബോധപൂർവമായ ഒരു ശ്രമം കൂടെയുണ്ട്. ഇപ്പം ഈ സിനിമയിലെ ഫസ്റ്റ് ഷോട്ടിനെ പറ്റിയിട്ട് ചോദിക്കാൻ, ഇപ്പം ആടുജീവിതം ഒരു സംവിധാനം കാണുന്ന സമയത്ത് പല രീതിയിൽ തുടങ്ങാം, പക്ഷേ ഒരു മണൽക്കാറ്റാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ആദ്യമേ ഇപ്പോൾ നമ്മൾ നോവൽ വായിച്ചിട്ട് അതിൻ്റെ വിഷ്വൽസ് മനസ്സിൽ വരുമ്പം ആദ്യമേ വന്നൊരു തോട്ടലി മണൽക്കാറ്റുണ്ടായിരുന്നോ, അതോ ഒരുപാട് എഡിറ്റിങ്ങിന് ശേഷമാണോ അത് ഇത് ഞാൻ എൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റിൻ്റെ ആദ്യത്തെ വരികൾ തന്നെ അങ്ങനെ തന്നെയായിരുന്നു. അതാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു കഥയിൽ നിന്ന് ഏറെ വായിച്ചിട്ടുള്ള ഒരു നോവലിൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ആ നോവലിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ ഫോളോ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യത്തെ തോട്ട്. എന്ന് വെച്ചാൽ എങ്ങനെ സിനിമ കഥയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സിനിമയ്ക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാം എന്നുള്ളൊരു ശ്രമം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു ട്വിസ്റ്റർ എന്ന് പറയുന്നത് പുസ്തകത്തിലില്ല. അങ്ങനത്തെ ഒരു ഡെസേർട്ടിൻ്റെ അത്തരത്തിലുള്ളൊരു വന്യതയോ മറ്റ് കാര്യങ്ങളോ ഒന്നും പുസ്തകത്തിലില്ല. പുസ്തകത്തിൽ തുടങ്ങുന്നത് ജയിലിന് പോലീസ് സ്റ്റേഷന് വെളിയിൽ കാത്തു നിൽക്കുന്ന പാറാവുകാർക്ക് പുറത്ത് കാത്തു നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. ജയിലിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി പിന്നെ എങ്ങനെ നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റും? അപ്പം അതിൻ്റെ ഒരു ഡെസേർട്ടിനെ കൂടുതൽ ഡെസേർട്ടിലേക്ക് എത്തിക്കുവാനായിട്ടുള്ളൊരു ശ്രമമുണ്ടല്ലോ. അതിന് വ്യത്യസ്തമായൊരു നമ്മൾ വായിച്ച ആൾക്കാർക്കാണേലും അല്ലാത്തവർക്കാണേലും പെട്ടെന്ന് നമ്മൾ അതിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ലാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഇപ്പം എല്ലാവരും പറയുന്നത് തന്നെയായിരിക്കും, നല്ല ഇത്രയും വർഷം ഒരു സിനിമയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സമയത്ത് ഇപ്പം പൃഥ്വിരാജ് തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളത് പോലെ ഈ സിനിമയിലേക്ക് പൂർണ്ണമായിട്ടും മാറുന്ന ഏത് ഘട്ടത്തിലാണ് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഇത്രയും വർഷമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ബ്ലെസിയ തീരുമാനം എടുക്കുന്ന സമയത്ത് ആ ടൈമിൽ മലയാളത്തിൽ എല്ലാവരും ഏറ്റവും തിരക്കുള്ള ഒരു സംവിധായകനൊക്കെ ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനൊരു ഷിഫ്റ്റ് ഇത്രയും വർഷം എന്തായാലും കണക്കാക്കിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ആദ്യം ഒരു സിനിമ ആലോചിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്ന സമയത്ത് ബ്ലെസി എന്ന സംവിധായകൻ കണക്ക് കൂട്ടിയത് എത്ര വർഷമായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു? മാക്സിമം ഒരു 2 വർഷം അല്ലെങ്കിൽ മാക്സിമം 2.5-3 വർഷത്തിനുള്ളിൽ തീരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷത്തിന് മിനിമം നമ്മൾ ആലോചിച്ചിരുന്നത്. കാരണം ഇതിന് ഈ ശാരീരികമായ മാറ്റങ്ങൾ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവണം, മറ്റു കാര്യങ്ങൾ ജട താടി കാര്യങ്ങളൊക്കെ വളരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങനെ ഒരു ഷെഡ്യൂൾ ഒരു 3-4-5 ഷെഡ്യൂളായിട്ട് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പല പ്രാവശ്യവും ഈ ജോർദാനിലോ അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ പോവുക വരിക എന്നൊക്കെ പറഞ്ഞ് പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഒരു 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷത്തിനുള്ളിൽ തീരണം എന്ന് വിചാരിച്ചിരുന്നു. കാരണം ഈ ഡെസേർട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലിമിറ്റഡ് പീരീഡേ ഉള്ളൂ. കാരണം നമ്മളൊരു ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് ഒക്കെ തൊട്ട് ഒരു മെയ് ഒക്കെ വരെയാണ്. മാർച്ച് ഏപ്രിൽ മെയ് ആണ് ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത്. മെയ് കഴിഞ്ഞ് മെയ് എൻഡിലേക്കൊക്കെ ആകുമ്പോൾ ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് ചൂട് വളരെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അങ്ങോട്ട് പോകുന്നതെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായ തണുപ്പും വരും. അപ്പം ഇതാണ് നമുക്കൊരു ഐഡിയലായിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഒരുപാട് പ്രയാസങ്ങൾ പല രീതിയിൽ ഉണ്ടായപ്പോഴാണ് ഇത് എല്ലാം തകർന്നത്. ഇപ്പം ആ സമയത്ത് പലരും മറ്റൊരു സിനിമ ചെയ്യാൻ സമീപിക്കും, കഥകളായിട്ട് വരും, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രൊജക്ട്സിന് അങ്ങനെ നോ പറയേണ്ടി വന്നിരുന്നു. ഞാൻ അതിന് ഒരു താല്പര്യം കാണിച്ചിരുന്നില്ല. മറ്റു കഥകൾ കേൾക്കാനോ ഒരു ഘട്ടത്തിലൊക്കെ മറ്റ് സിനിമകൾ പോലും ഞാൻ കാണാറുണ്ടായിരുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും തരത്തിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് ചില ഘട്ടങ്ങളിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ മമ്മൂക്കായ ഒരു 5-6 വർഷത്തിന് ശേഷം കാണുന്നത്, നേരിട്ട് വന്ന് വർത്തമാനം പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പൊതുവിൽ ഞാൻ ഒരു പരിപാടികളിലൊന്നും അങ്ങനെയല്ല, നമ്മൾ വേറൊരു ലോകത്തായിരുന്നു, അല്ലെങ്കിൽ വേറൊരു യാത്രയായിരുന്നു. അപ്പം ഈ സിനിമയുടെ ഒരു ആലോചന ആദ്യം വരുന്ന സമയത്ത്
സംവിധായകൻ എന്നുള്ള നിലയിൽ നമ്മൾക്ക് ആ ടൈമിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ വിഷ്വൽസ് കാണിക്കാൻ പറ്റും എന്നതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവുള്ളൂ. പിന്നീട് ഈ വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ടെക്നോളജി ഇങ്ങനെ ഓരോ സമയത്തും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാമറയിലാണെങ്കിലും എഡിറ്റിലാണെങ്കിലും ഒക്കെ. അപ്പോൾ ആദ്യം കണ്ട വിഷ്വലിൽ നിന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ ഒരു പക്ഷെ പ്രയാസമായിരിക്കാം അന്നത്തെ ഒരു ടെക്നോളജിക്കൽ സപ്പോർട്ട് വെച്ചിട്ട് എന്ന് കരുതിയിട്ട് മാറ്റിവെച്ച ഏതെങ്കിലും വിഷ്വൽസ് പിന്നീട് ഈ വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾക്ക് സാധ്യമായി, അങ്ങനെ തന്നെ വിഷ്വലിൽ കൊണ്ടുവരാൻ സാധിച്ചു, അങ്ങനത്തെ ഏതെങ്കിലും സീനോ? നമ്മൾ ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഷെഡ്യൂള് നമ്മൾ ഈ ടെക്നിക്കലി ഉള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ നജീബിൻ്റെ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനാണ് കരുതിയിരുന്നത്. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തത്. ആദ്യത്തെ ഒരു നാട്ടിലെ പോർഷൻസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം കുറച്ച് ഭാരം കൂടുതൽ, വെയിറ്റ് കൂടി, അത്തരത്തിലുള്ള ഒരു പോർഷൻസാണ് നമ്മളത് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു 4Kയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അപ്പം ഈവൻ ക്യാമറയും ലെൻസസും ഒക്കെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയി പിന്നീട് വന്നപ്പോഴത്തേക്ക്. അപ്പോൾ ആ രീതിയിലുള്ള ടെക്നിക്കൽ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സ്റ്റോറി ടെല്ലിങ്ങിലോ മറ്റു കാര്യത്തിലോ സീൻസിൻ്റെ കാര്യത്തിലോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ സിനിമ ഫസ്റ്റ് തോട്ട് വന്ന സമയത്ത് എന്തെങ്കിലും ചാലഞ്ചസ് ഫീൽ ചെയ്തായിരുന്നു? നമ്മൾ ഈ സിനിമ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു, ആടുജീവിതം. അപ്പോൾ ആ സമയത്ത് ഇത് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചാലഞ്ചസ് അന്ന് മുന്നിൽ കണ്ടിരുന്നോ ഇതിൻ്റെ ഒരു ഭാഗമായി? ഈ സിനിമ, ഈ കഥ, ഈ നോവലിനെ സിനിമയാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ നമ്മൾ എപ്പോഴും ഘട്ടം ഘട്ടമായിട്ടാണല്ലോ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ഒരു ആഗ്രഹമാണ് അല്ലേ, ഇങ്ങനത്തെ ഒരു വലിയൊരു ഒരു വൈഡ് വിഷ്വൽസ് ഉള്ള ഒരു വലിയ സാധ്യതയുള്ള ഒരു സിനിമ എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് പറ്റുന്ന ഇടമുണ്ടാവുക, ഇതിന് പറ്റുന്ന ആർട്ടിസ്റ്റുകളുണ്ടാവുക, പ്രത്യേകിച്ച് ഫോറിൻ ആർട്ടിസ്റ്റുകളുണ്ടാവുക, ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നതായിട്ടുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും അറിയാതാണ് നമ്മൾ തീരുമാനങ്ങൾ എത്തുന്നത്. അപ്പം നമ്മളൊരു സ്വപ്നത്തിൻ്റെ പിന്നാലെ അങ്ങ് യാത്ര ചെയ്യുമായിരുന്നു. അപ്പം പിന്നെ അതിന് ഒരു ഇടവേളകളില്ല, ആ ശ്രമം അങ്ങനെ തന്നെ പോകുക എന്നുള്ളതാണ്. എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതാതിരുന്നിട്ടില്ല. അത് എപ്പോഴും അങ്ങനെയാണ്. ഇപ്പം ഭ്രമരത്തിലാണെങ്കിൽ പോലും പല സീനുകളും എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഘട്ടത്തിലാണ് പിന്നെ നമ്മൾ അതിനുവേണ്ടിയുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ശ്രമങ്ങളും. ഇപ്പം ഒരു ടാക്സിക്ക് ചുറ്റും ക്യാമറ കറങ്ങുന്ന ചില ഷോട്ടൊക്കെ ഉണ്ട്. ഒന്നും ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രോൺസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സമയത്താണ് നമ്മൾ അതിനു വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സുകൾ ഉണ്ടാക്കി നമ്മൾ എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇപ്പം നമ്മളൊരു ഇതിൻ്റെ അകത്ത് പൊടിക്കാറ്റ് അല്ലെങ്കിൽ സാൻഡ്സ്റ്റോം എന്നൊക്കെ പറഞ്ഞത് നമ്മളങ്ങനെ എഴുതി വെച്ചു. പിന്നെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടി. നമുക്കത് ഇപ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും നമുക്ക് അന്നൊന്നും ചിന്തിച്ചില്ല. എന്ന് വെച്ചാൽ ഈ കാറ്റത്ത് ക്യാമറ വെക്കാൻ പറ്റത്തില്ല. പല പ്രാവശ്യവും ഒരുപാട് ദിവസങ്ങളിലുള്ള ഇവരുമായിട്ട് നമുക്ക് വഴക്കുണ്ടാക്കേണ്ടി വരും. കാരണം അവർ ക്യാമറ പുറത്തിറക്കത്തില്ല, ഈ പൊടിക്കാറ്റത്ത് പിന്നെ നമ്മൾ അതിന് ഒത്തിരി കോമ്പൻസേഷൻസ് കൊടുക്കേണ്ടി വരുന്നു. നമുക്കങ്ങനെ ഷൂട്ട് ചെയ്യണം. അപ്പം ഒരു എന്തെങ്കിലും കവറിങ് വെച്ചിട്ടോ ഗ്ലാസ് വെച്ചിട്ടോ ഒക്കെ ചെയ്യാവുന്നൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നോക്കുമ്പോൾ അതിനൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാകും. പക്ഷേ നമ്മൾ അത് അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം ഈ ആടുജീവിതം നജീബിൻ്റെ നോവൽ വായിക്കുമ്പോഴും അതെല്ലാ മനുഷ്യർക്കും ഇപ്പം ഏതെങ്കിലും രീതിയിൽ അത്രയും എക്സ്ട്രീം കണ്ടീഷനിൽ പോയവർക്ക് മാത്രമല്ല, ഇപ്പം എല്ലാവരും പറയുന്നത് പോലെ എല്ലാവരുടെ ലൈഫിലും ഒരു ആടുജീവിതം പോലത്തെ ഒരു പീരീഡ് ഉണ്ടായിരിക്കും എന്ന് പറയും. നമ്മൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്ത് പോകുന്നതോ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു പീരീഡ് ഉണ്ടാവും എന്ന് പറയും. ഇപ്പം ബ്ലെസി എന്നുള്ളൊരു സംവിധായകൻ്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ ജീവിതത്തിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നുള്ളൊരു തീരുമാനം എടുത്ത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവാൻ പുറപ്പെടുന്നു. ആ ഒരു പീരീഡ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ജോക്കർ സിനിമ തൊട്ട് കാഴ്ച വരെ സംവിധായകനാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഒരു പീരീഡ് ഉണ്ടായിരിക്കും. പിന്നെ ആടുജീവിതത്തിന് വേണ്ടി ഇത്രയും വർഷങ്ങളുടെ ഒരു സമയം ഉണ്ടായിരിക്കും. ഇതിലേതായിരിക്കും ബ്ലെസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആടുജീവിതം? എനിക്ക് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നു. ഞാൻ 18 വർഷക്കാലം അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ സിനിമ അതെന്ന് പറഞ്ഞൊരു വലിയ കാലഘട്ടമാണ്, പ്രത്യേകിച്ച് ഇപ്പം ചിന്തിക്കുമ്പോൾ. പക്ഷേ എനിക്ക് ഇത്രയും കാലം ആയിട്ട് ഞാൻ സിനിമയിലുണ്ടായി. എൻ്റെ 8ാമത്തെ സിനിമയേ ഉള്ളൂ. ആദ്യത്തെ 9 വർഷം കൊണ്ട് ഞാൻ 7 സിനിമ ചെയ്തു. ഈ 11 വർഷത്തിലൊരു സിനിമ ചെയ്തുള്ളൂ എന്നുള്ളതൊന്നും
എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇതിൻ്റെ എല്ലാ പ്രോസസ്സും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോഴാണെങ്കിൽ പോലും ഇതിൻ്റെ എല്ലാ ചെറിയ കാര്യങ്ങളുടെ അകത്തും ഞാൻ ഇൻവോൾവ് അല്ല. ഞാനിങ്ങനെ മാറി നിൽക്കുന്ന ഒരാളല്ല. കാരണം ഞാനൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊരു സാധാരണക്കാരനായിട്ട് തന്നെയാണ് ഇപ്പോഴും എൻ്റെ സിനിമയോട് ഞാൻ സമീപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രോസസ്സും ഞാൻ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഞാൻ മറ്റുള്ളവരുടെ കൂടെ ഞാൻ സിനിമ ചെയ്യുമ്പോഴും ആ പ്രവർത്തനം എൻ്റെ തന്നെയാണെന്നുള്ള രീതിയിൽ തന്നെ ചെയ്യുന്നൊരു തലത്തിലാണ്. അപ്പോൾ സിനിമയോടാണ് നമുക്ക് താല്പര്യം. അപ്പം നാളെ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ദിവസത്തിനെക്കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു പീരീഡിൽ തൊട്ട് നമ്മൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഫിസിക്കൽ ലേബറും മെൻ്റൽ ലേബറും ഒക്കെ ഒരുപാട് വേണ്ടതാണല്ലോ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന പീരീഡ്. അപ്പം അങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സിനിമകളാണെങ്കിലും ഒരു വർഷം ഒരുപാട് സിനിമകളില്ലെങ്കിലും എന്നാലും വലിയ ഒഴിവുകളില്ലാതെ സെറ്റുകളിൽ തന്നെ ജീവിച്ചിട്ടുണ്ടാവും ഈ ഒരു ഇത്രയും നാളുകൾ. അപ്പം ഈ ആടുജീവിതത്തിന് വേണ്ടി തുടങ്ങിയ ഒരു സമയം തൊട്ട് മറ്റൊരു സിനിമ സെറ്റ് അല്ലെങ്കിൽ ആ ഷൂട്ടിങ്ങിൻ്റെ ആ ഒരു മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, അതെപ്പോഴെങ്കിലും മിസ് ചെയ്തിരുന്നോ ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഈ വർഷങ്ങൾക്കിടയിൽ? അതോ അതൊന്നും മൈൻഡിലേക്ക് വന്നിരുന്നേ ഇല്ലേ? ഇല്ല, നമ്മളങ്ങനെ ഒരു പുറമേ ഉള്ള നമ്മൾ ചെയ്യുന്ന ഇതിൻ്റെ റിസൾട്ട് മാത്രമല്ല നമ്മൾക്ക് നോക്കുന്നുള്ളൂ. അപ്പം നമുക്ക് എന്താണ്, നമ്മൾ എങ്ങനെയാണ്, നമ്മൾ കംഫർട്ടബിളാണോ അല്ലയോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നോ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഇതൊന്നും എനിക്ക് തോന്നുന്നു. ഞാൻ ഈ സിനിമയുടെ ഒരു ഷൂട്ടിങ്ങിൽ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാലം കടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു ഏജ്, നമ്മുടെ ആരോഗ്യം, ഇതൊക്കെ നമ്മളറിയാതെ തന്നെ മാറ്റങ്ങളുണ്ടാകും. പക്ഷെ അത് നമ്മൾ അറിയത്തില്ല. കാരണം നമ്മളിപ്പോഴും ഈ ഒരു പഴയ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ഒരു കുട്ടിയാണെന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്സാഹം നമുക്കുണ്ട്. എനിക്ക് തന്നെ ചിലപ്പം വിഷമം തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അൾജീരിയയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു ഡെസേർട്ടിൻ്റെ ദൂരെ നിന്നിട്ട് ഇതിൻ്റെ ഈ മരച്ചില്ലകൾ, ഒയാസിസിൻ്റെ ഇത് കാണുന്നൊരു ഷോട്ടുണ്ട്. വളരെ ദൂരെ നിന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂ ഷോട്ട്. അപ്പോൾ അതെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് പേര് മാത്രമായിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ ഞാനും ക്യാമറാമാനൊക്കെ കൂടെ പോയി. ഇപ്പം ക്യാമറ അവിടേക്ക് വരാൻ പലപ്പോഴും ഇതിൻ്റെ ഈ ഡെസേർട്ടെല്ലാം ഒരുപോലെ ആയതുകൊണ്ട് വഴിയൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡാണ്. ഇപ്പം നമ്മൾ വന്നത് ആ കൂട്ടത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ വരത്തില്ല. അപ്പം അങ്ങനെ കുറേ നേരം നോക്കി നിന്നിട്ട് ഭയങ്കര ഒരു ഉച്ചയ്ക്ക് ഊണുമൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സമയത്ത് ഞാൻ കുറേ നേരം കാത്തു നിന്ന ഒരു മടുപ്പ് വന്നപ്പോൾ ഞാൻ ഒരു മണലിൻ്റെ ഒരു ചരിവ് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, നമുക്ക് വേറെ ഷെയ്ഡൊന്നുമില്ല. അവിടോട്ട് ഇരുന്നിട്ട് പെയ്യെ ഞാൻ ആ മണലിലേക്ക് ചാഞ്ഞ് കിടന്നു ഉറങ്ങി. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ആ ഫോട്ടോ കാണുമ്പോൾ അറിയുന്നത്, ഇവിടെ അയാളുടെ ഒരു ജാക്കറ്റ് ഒരു വടിയെ തൂക്കി ഒരു ഷാഡോ എനിക്ക് വെച്ച് തന്നു. ആ ഷാഡോയിൽ ഞാൻ കിടന്നുറങ്ങുക. അപ്പം നമ്മുടെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൊക്കെ നമുക്കൊരു ഡെസേർട്ടിൽ പകൽ മണലിൽ കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? പക്ഷെ ആ സാഹചര്യം നമ്മളെ കൊണ്ട് ചിലപ്പം കാരണം ഇതിന് ഇച്ചിരി ഒരു തണുവുണ്ടാകും ഈ ഇതിൻ്റെ അടുത്ത ലെയർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഉള്ള സ്റ്റിൽസൊക്കെ കാണുമ്പോൾ എനിക്ക് അന്നേരം ചിലപ്പം പെയിൻ തോന്നും. ഓക്കെ. പിന്നെ നമ്മളൊരു സിനിമേനെ പറ്റിയിട്ട് ആലോചിക്കുന്ന സമയത്ത് കഥയോടൊപ്പം തന്നെ അതിൻ്റെ മറ്റ് ഇപ്പം റിലീസായതിനു ശേഷമുള്ള അതിൻ്റെ വിപണന സാധ്യതകൾ, അതിൻ്റെ റീച്ചിനെ പറ്റിയൊക്കെ ആലോചിക്കുമല്ലോ. അപ്പം ഈ സിനിമയിലേക്ക് പൃഥ്വിരാജിനെ കൊണ്ടുവരുന്ന സമയത്തിനേക്കാളും അദ്ദേഹത്തിൻ്റെ നടൻ എന്നുള്ള രീതിയിൽ മറ്റു ഭാഷകളിലുള്ള സ്വീകാര്യത, അദ്ദേഹം പിന്നെ ഒരു പ്രൊഡക്ഷനും സംവിധായകനും ഒക്കെ ആയിട്ട് അങ്ങനെ പല രീതിയിൽ വളർന്നിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ. അത് എല്ലാവരും ഇപ്പോൾ കാണുന്ന സമയത്ത് അത് ആടുജീവിതത്തിനും ഒരുപാട് ഗുണകരമായിട്ടുണ്ട് എന്ന് കരുതുന്നു, ഇപ്പോൾ മറ്റു ഭാഷകളിലേക്കും കൂടെ പോകുന്നത് കണക്കാക്കുമ്പോൾ. അപ്പോൾ അന്ന് ഈ സിനിമ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് പൃഥ്വിരാജിനെ കാസ്റ്റ് ചെയ്യുന്നത് ബ്ലെസ്സി എന്നുള്ളൊരു സംവിധാനം ഭയങ്കര ഒരു കാരണം അന്ന് ആലോചിക്കുന്ന സമയത്തും പൃഥ്വിരാജൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിതൊരു വലിയ മൂവി ആയിട്ട് തന്നെയാണ് ആലോചിച്ചത്, ചെറിയ മൂവി ആയിട്ടല്ലാന്ന്. അപ്പം അതിലേക്ക് പൃഥ്വിരാജിനെ കാസ്റ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക ഒരു ദീർഘദർശിത്വം ഉണ്ട് എന്നും കൂടെ ആളുകൾ പറയുന്നുണ്ട്. ഇല്ല, അതൊക്കെ ഇങ്ങനെ ഇപ്പം പറയാമെന്ന് ഇപ്പം നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, ഇപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ഒരു 3 വർഷത്തിനുള്ളിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് അന്ന് OTT പോലും ഇല്ല. ഇപ്പം അങ്ങനത്തെ രീതി ഇപ്പോൾ ഒരു വിപണന സാധ്യത ഇല്ലാത്ത ഒരു സാറ്റലൈറ്റിൽ കൂടെ മാത്രമാണ് തിയേറ്റർ അല്ലെങ്കിൽ റവന്യൂ.
അപ്പോൾ അങ്ങനൊന്നും ചിന്തിച്ചുകൊണ്ടോ ഇദ്ദേഹം ഒരു മറ്റ് തമിഴ്, തെലുങ്ക് അല്ലെങ്കിൽ മറ്റു ഭാഷകളിലൊക്കെ പോപ്പുലറാകുമെന്നോ വിചാരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല അന്ന്. പക്ഷെ ഇപ്പം ഇതിന് അപ്പോഴാണ് ഈ നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ ഒരു അറിയാതെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നത്. പിന്നെ ഇപ്പം ഈ സിനിമയിൽ ഇപ്പോൾ ഇതിൻ്റെ ടെക്നീഷ്യൻസിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരെല്ലാവരും പറയുന്നത് ഒരുപാട് സമയം മീറ്റിങ്ങിന് ഇപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഡ്യൂൺസും എല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് ഇത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും നാടുമായിട്ട് ഇപ്പോൾ കേരളം നിങ്ങൾ കണ്ടുപരിചയമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കണ്ടുപരിചയമുള്ള പരിസരങ്ങളിലായിരിക്കും. പക്ഷേ ഇത് നമ്മൾക്ക് വായിച്ചു മാത്രം പരിചയമുള്ള ഒരു ലോകമാണ്. ഇപ്പോൾ മരുഭൂമി ആണെങ്കിലും മറ്റെന്താണെങ്കിലും. അപ്പം അതിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വളരെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാനൊക്കെ കഴിയുന്നത്? അത്രയും റിസർച്ച് ചെയ്തിട്ടാണോ ഓരോന്നിനെ പറ്റിയിട്ടും? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? അതെ 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 ഇപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റിസർച്ച് ആവശ്യമായി വന്നിട്ടുണ്ട്. ഈ ഇതിൻ്റെ നമ്മളൊരു ലിറ്ററേച്ചർ രൂപത്തിൽ നിന്നൊരു സിനിമയിലേക്ക് എത്തുമ്പോൾ ആദ്യം തന്നെ ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ലൊക്കേഷൻ നമ്മളിപ്പം പെട്ടെന്ന് നമ്മൾ പോകുമ്പം ഒരു മസറ, അതായത് ഇവരുടെ ഒരു താമസ സ്ഥലം എന്ന് പറയുന്ന ഒരു ഡെസേർട്ടിൽ ഒറ്റപ്പെട്ട് വയ്ക്കുന്ന ഒരു കൂടാരം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മളത് യഥാർത്ഥമായിട്ടൊരു ബന്ധുക്കളുടെ അടുത്ത് സംസാരിക്കുമ്പം അങ്ങനെ ഒരു വളരെ ഒരു പ്ലെയിനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലൊരു മസറ സാധാരണ ഇടത്തില്ല. കാരണം അതിൻ്റെ സയൻറ്റിഫിക്കലി എന്ന് പറഞ്ഞാൽ ഈ കാറ്റ് ഏതെങ്കിലും ഒരു വശത്തു നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു താഴ്വാരത്തെ ഒരു മലയുടെ ഒരു ഇടുക്കിലായിരിക്കും അത് വരിക. അപ്പം ഇത് എനിക്ക് ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഭയങ്കര ഒരു വലിയൊരു ഡെസേർട്ട്, അതിൻ്റെ നടുക്കൊരു സാധനം എന്നൊക്കെ പറയുന്ന രീതിയിലല്ല നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം റിസർച്ചിൻ്റെ ഭാഗമാണ്. പിന്നെ ഈ ബന്ധുക്കളുടെ ജീവിത രീതി എന്ന് പറയുന്നത്, ഇപ്പം പുസ്തകത്തിൽ ഈ കുബൂസ് പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കുന്നു എന്നൊക്കെ ഉള്ളൊരു, അപ്പം പിന്നീട് ഈ നമ്മൾ ബന്ധുക്കളെ പഠിക്കുമ്പം ഇവർ ഇത് അതിൻ്റെ റൊട്ടിയോ കുബൂസൊക്കെ ഉണ്ടാക്കുന്ന രീതി കാര്യങ്ങൾ അത് നമ്മൾ റിസർച്ച് ചെയ്തു. അങ്ങനെ ഓരോ കാര്യത്തിലും ഈവൻ ദോ ആ മസറയുടെ ഈ മെറ്റീരിയലൊക്കെ എന്ന് പറയുന്നത് പോലും ഞാൻ സൗദിയിൽ വളരെ രഹസ്യമായി പോയി അവിടുത്തെ ചെറിയ ചെറിയ വെസൽസ്, തുകൽ ബാഗുകൾ, ഇതെല്ലാം ഞാൻ തന്നെ പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാനും ഉപയോഗിക്കാനും ഒക്കെ നോക്കിയിട്ടുണ്ട്. അപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അതിൻ്റേതായിട്ടുള്ള റിസർച്ചുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈവൻ കോസ്റ്റ്യൂംസൊക്കെ ആണെങ്കിലും നമ്മൾ ഏതാണ്ട് ആ ഡ്രസ്സുകളൊക്കെ ഒരു മാസത്തോളം നമ്മൾ ഇവിടെ തന്നെ സ്ഥിരമായി വെയിലത്തിടും. എത്രത്തോളം ഫെയ്ഡാക്കാൻ പറ്റും എന്നൊക്കെയുള്ള രീതി. അപ്പോൾ അങ്ങനെയൊക്കെ ഏജിങ് ഒക്കെ ആ രീതിയിൽ തന്നെ ചെരുപ്പുകളും ഒക്കെ. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അതിൻ്റേതായിട്ടുള്ളൊരു വലിയൊരു റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ആടുജീവിതം ഈ മലയാള സിനിമയിൽ അടുത്ത കാലത്ത് വന്നിട്ടുള്ളതിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊമോഷൻ വർക്ക് നടന്നിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ഇപ്പം മ്യൂസിക് ലോഞ്ച് ആണെങ്കിൽ അങ്ങനെ ഒരു മ്യൂസിക് ലോഞ്ച് നടന്നിട്ടില്ല. പക്ഷേ ഈ ആടുജീവിതത്തിനൊക്കെ മുൻപ് ഉള്ളൊരു സിനിമ വരെ എന്ന് പറഞ്ഞാൽ അത്തരം പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, ഈവൺ ഈ ഇൻ്റർവ്യൂസ് പോലെയുള്ളതാണെങ്കിലും ഒന്നും അത്രയ്ക്ക് പോപ്പുലർ ആയിരുന്നില്ല. ഇപ്പം സിനിമയും ടെക്നോളജിയും ഒക്കെ കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ എന്നുള്ളത് അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അത് ഭയങ്കര പുതുമ ഫീൽ ചെയ്തായിരുന്നു, അല്ലെങ്കിൽ ഒരു ഭയങ്കര ചേഞ്ച് ഫീൽ ചെയ്തിരുന്നോ? കാരണം ഈ വർഷങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രൊമോഷൻസ് എങ്ങനെയാണെന്നൊക്കെ ഫോളോ ചെയ്യലുണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു? നമ്മൾ ഇപ്പം റഹ്മാൻ സാറിനെ പോലുള്ള ഒരു വലിയൊരു മ്യൂസിഷ്യൻ, അദ്ദേഹത്തിൻ്റെ വലിയൊരു താല്പര്യം നമ്മളെ കൂട്ടത്തിലുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഷെഡ്യൂൾ ആയപ്പോഴത്തേക്ക് തന്നെ അദ്ദേഹം ലൊക്കേഷനിൽ വരികയും അദ്ദേഹത്തിനെ വെച്ചിട്ട് നമ്മളൊരു സോങ് ഷൂട്ട് ചെയ്യും, അതിനുശേഷം മറ്റൊരു സോങ് നമ്മൾ ഷൂട്ട് ചെയ്യും ഒക്കെ ചെയ്തത്. ഇപ്പോൾ അദ്ദേഹമായിട്ടുള്ളൊരു അസോസിയേഷനും ഇതൊക്കെ മറ്റു ഭാഷയിലെ സിനിമകളിലൊക്കെ നടക്കാറുള്ളതാണ്, പക്ഷെ നമ്മുടെ ഭാഷയിൽ ഉണ്ടാകാറില്ല. ഞാനിപ്പം പൊന്നിയിൻ സെൽവം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷനാണ്, ഒരു മ്യൂസിക്കൽ ലോഞ്ചൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കൊതിയോടെ കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ ഒരു പ്രൊമോഷനിലെ ഒരു മുഖ്യമായ സാധനം ആ മ്യൂസിക് ലോഞ്ചാണ്. അപ്പം അതൊക്കെ നമ്മളെ പല രീതിയിലും നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ റഹ്മാൻ സാറിൻ്റെ ഇത്തരത്തിലുള്ള പ്രത്യേക ഒരു മ്യൂസിക്കൽ ട്രീറ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മ്യൂസിക് ലോഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഒരു
ഘടകമായിട്ട് മാറിയത്. അപ്പം ആ രീതിയിൽ പിന്നെ ഇത് വളരെ നമ്മുടെ ടീം വളരെ ഇൻവോൾവായിട്ട് നിന്നിട്ടാണ് ഇത് ഓരോ കാര്യങ്ങളും ഓരോ പോസ്റ്റേഴ്സും എല്ലാ കാര്യത്തിനും ഒരു സമീപനം നമ്മൾ എന്തായിരിക്കണം ഇത് കണ്ടാൽ ആൾക്കാർക്കുണ്ടാകുന്നത് എന്നുള്ള ഒരു വലിയൊരു പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ 2018 ഇതിൻ്റെ പൂജയൊക്കെ നടന്നിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ ആ സ്റ്റിൽസ് പോലും നമ്മൾ ഈ അടുത്ത സമയത്താണ് നമ്മൾ പുറത്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ രീതി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രെയിലർ ലീക്കാവുകയൊക്കെ ചെയ്തു എന്നാൽ പോലും. അപ്പോൾ അങ്ങനൊരു ഇതിൻ്റെ അകത്തൊരു ശ്രദ്ധ ആൾക്കാരിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ഒരു ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് ആലോചിച്ചിരുന്നു. ഇപ്പോൾ ഇതിൽ ഒരു ആടുജീവിതത്തിൻ്റെ ഇപ്പോൾ ഈ ടൈറ്റിൽ പറഞ്ഞല്ലോ, ആ ടൈറ്റിൽ ഇപ്പം അവിടെ നിന്ന് ഒരു കട്ടിയിൽ തുടങ്ങി ആളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ ഈ ടൈറ്റിൽ. ഇത് കുറേ ഡിസ്കഷന് ശേഷമാണ് എങ്ങനെയാണ് അത് ആ ടൈറ്റിലിൻ്റെ ഒരു ഡിസൈൻ? ശ്രീജിത്ത് ഓൾഡ് മോങ്കാണ് അത് നമുക്ക് ചെയ്തിരുന്നത്. അപ്പം നമുക്ക് അധികം അങ്ങനെ പോകേണ്ടി വന്നില്ല. കാരണം ഇതിനെക്കുറിച്ചെന്നുള്ളൊരു വലിയൊരു കറക്റ്റായിട്ടുള്ള ഈ ട്രാൻസ്ഫോർമേഷൻസും കാര്യങ്ങളും ഒക്കെ വരികയും പിന്നെ അപ്പം തന്നെ ഈ അതിൻ്റെ അകത്ത് ലൈഫിൻ്റെ ഐക്യപരം അയാളായി മാറുന്നതൊക്കെ അതൊക്കെ ഒരു എന്താ പറയുക, നമ്മളെങ്ങനെയാണ് ഈ ടൈറ്റിൽ ലോഞ്ച് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ പല കാര്യങ്ങൾ ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു മറ്റേയാൾ ഇങ്ങനെ ഓടി വന്ന് നിൽക്കുന്ന ഒരു ഷോട്ടിലേക്ക് നമ്മൾ വരികയും പല കാര്യങ്ങളും ഇതിൽ വേറെ പലതും ആലോചിച്ചു. പക്ഷേങ്കിൽ ഇങ്ങനെ വന്നപ്പം കൃത്യമായിട്ട് ആ എഴുത്തിൻ്റെ അകത്ത് ഒരു പ്രത്യേകത ഉണ്ടാക്കാനായിട്ട് ആൾ നിൽക്കുന്നതിലേക്ക് വന്ന് ഒരു ഫ്രെയിം നമുക്ക് ഉണ്ടാക്കിയെടുത്തപ്പോഴാണ് അങ്ങനെ വന്നത്. ഇതൊക്കെ ശരിക്കും ഒരു വലിയൊരു ടീം വർക്ക് ഉണ്ട് ഇതിന് പിന്നിൽ. പിന്നെ ഇതിനകത്ത് ഡീറ്റെയിലിങ്ങിലും അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ ഏറ്റവും കൺവിൻസിങ് ആയിട്ട് അവതരിപ്പിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പം ഇപ്പോൾ മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞത് കേട്ടു, ഇപ്പം കാഴ്ചയിൽ മമ്മൂട്ടീനെ കയ്യിലൊരു ചീർപ്പ് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു നാട്ടും വളരെ സൗന്ദര്യം കുറയ്ക്കാൻ പറ്റുന്നുണ്ട്, സൗന്ദര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്ന ഒരാളായിട്ട് രക്ഷയില്ല. കാരണം ഇത് ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ളൊരു മനുഷ്യൻ എത്ര. അപ്പോൾ അയാളെ അങ്ങനെ അതിനൊരു ന്യായീകരണം കൊടുക്കണമെങ്കിൽ എപ്പോഴും മുടിയൊക്കെ ചെയ്യി അങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്ക് കുറച്ച് സിനിമ ആഗ്രഹിച്ചു നടന്നു എന്നൊക്കെ. അതെ. അപ്പം ഇതിനകത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇപ്പം നജീബിനെ പോലെ തന്നെ ഹക്കീമിന്റെ ക്യാരക്ടറിനും വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നജീബിനെ പോലെ ഹക്കീമിന് ഭാഷ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നില്ല. അപ്പം ഇത് കൺവിൻസിങ് ആവണം ആളുകൾക്ക് എന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തിൽ തന്നെ അയാൾക്ക് ഹിന്ദിയും ഇംഗ്ലീഷും അറിയാം, അയാൾ കുറേ കൂടെ സംസാരിക്കുന്ന ആളാണ്. ഇതൊക്കെ ഈ ഹക്കീമിന്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ടും കൂടെ. തീർച്ചയായിട്ടും ഹക്കീം ശരിക്കും ഒരു കോഴിക്കോട്ടുകാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ ഒരു സ്ലാങ്ങിൽ ആ രീതിയിലുള്ള ഒരു രീതിയൊക്കെ ഉണ്ട്. മലപ്പുറം അല്ലെങ്കിൽ ശരിക്കും ധനുവച്ചപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നോവലിലെ ഈ ഹക്കീമിൻ്റെ ക്യാരക്ടർ വരുന്നത്. അത് ഈ പറഞ്ഞ ഈ സെൻട്രൽ ട്രാവൻകൂറിലുള്ളൊരു സ്ഥലം കൂടെയാണ്. അപ്പോൾ പക്ഷേങ്കിൽ ഇവനെ കൊണ്ട് ആ ഭാഷയിലേക്ക് ഇത് ലൈവ് സൗണ്ട് ആകുമ്പോഴത്തേക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ അതിന് ശ്രമിക്കുന്നതിനെക്കാട്ടും നല്ലത് അയാളുടെ നേറ്റീവ് പ്ലേസ് മാറ്റിക്കഴിഞ്ഞാൽ ഇയാൾ അതുകൊണ്ടാണ് മലപ്പുറത്തുനിന്ന് വരുന്നതെന്ന് ഉമ്മ പറയുന്നുണ്ടല്ലോ, അങ്ങനെ യാത്ര അയക്കാനായിട്ട് കൂട്ട് വരുന്നു. അപ്പം അങ്ങനെ നമ്മൾ അത് ഒപ്പം തന്നെ കണ്ടാലറിയാം എയർപോർട്ടിലൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്നത് ഡോമിനേറ്റ് ചെയ്യുന്നത് ഹക്കീമിൻ്റെ ക്യാരക്ടറാണ്. കാരണം ഭാഷ എപ്പോഴും പലയിടത്തും അങ്ങനെയാണല്ലോ, ഭാഷ നമുക്ക് പലപ്പോഴും പല ഇൻഹിബിഷൻസ് ഉണ്ടാക്കും, ഇൻഫ്യൂരിറ്റീസ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു 5ാം ക്ലാസ്സുകാരന് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വിഷയമുള്ളത്. ഇപ്പം ഇതിൻ്റെ ഷോട്ടുകളും അതിൻ്റെ കാര്യങ്ങളിലൊക്കെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട സീനുകൾ ഉണ്ടായിരിക്കും, കാണുന്നവർക്ക് ഓരോരുത്തർക്കും. സംവിധായകൻ ഭയങ്കരമായിട്ട് അങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു സീനുണ്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ട? എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം എല്ലാം നമ്മൾ ഒരുപാട് നാളുകളിരുന്ന് ഈവൻ നമ്മൾ വർക്ക് ചെയ്ത് നമ്മളെങ്ങനെ ഫ്രെയിംസ് നോക്കി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് ചിലപ്പം ചിലതൊക്കെ അഭിനയിച്ച് കാണിച്ച് അല്ലെങ്കിൽ ഫ്രെയിംസ് ഇങ്ങനെ ആയിരിക്കും. ഈ ആടുകളുടെയും ഒട്ടകങ്ങളുടെയൊക്കെ ഒത്തിരി മിനിയേച്ചേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, ഈവൻ മണൽക്കൂനുകൾ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു കോമ്പോസിഷൻസ് വരുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാം നമുക്ക് പ്രിയപ്പെട്ടത് തന്നെ ആയിരിക്കാം. പക്ഷേ എനിക്ക് എഴുതുമ്പോൾ ലിറ്റററി വെച്ച് നോക്കുമ്പം ഞാൻ ഇതിൽ ആടുകളുടെ ഇടി കൊണ്ടിട്ട് ബുദ്ധിമുട്ടി നടക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ ചിതറിപ്പോയ ആടുകളെ
തിരിച്ചു ഈ കുഞ്ഞൊരു ആട്ടിൻകുട്ടി കരഞ്ഞ് വിളിച്ചത് വെച്ച് കൊണ്ടുവന്നൊരു സീനുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. അത് പുസ്തകത്തിലില്ലാത്തതായത് കൊണ്ടാണോ എന്നറിയത്തില്ല. പക്ഷെങ്കിൽ ഈ ഒരു കുഞ്ഞാട്ടിൻകുട്ടിയുടെ മനസ്സിൽ പോലും അങ്ങനെയുള്ള ചില നന്മ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ചെറിയ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ആ ഒരു മാനസിക തലത്തിലേക്ക് എഴുത്തിനെ കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യമാണ്. ഇപ്പം ഇതിൽ ഒരു സിനിമയുടെ വർക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ കൊറോണ പോലെ ഒരു ഇതുണ്ടാവുന്നു. അപ്പോൾ ആ സമയത്ത് സംവിധായകൻ ഓൾറെഡി എൻ്റയർ ക്രൂവിനെ മാനേജ് ചെയ്യണം. അവരുടെ മെൻ്റൽ ഫിസിക്കൽ എല്ലാ ഹെൽത്തും മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ ഒരു എക്സ്ട്രാ ആയിട്ടാണ് വളരെ ഒരു അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു കൊറോണ പോലൊരു സംഭവം കൂടെ വരുന്നു. അപ്പോൾ ആ ഡേയ്സിൽ വല്ല സ്റ്റക്ക് ആവുന്നു. അപ്പോൾ ആ ഡേയ്സിലൊരു ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു പക്ക കപ്പിത്താനായിട്ട് നിന്ന് ഇതിനെ ക്രൂവിനെ മാനേജ് ചെയ്യുക എന്നുള്ളത്. അപ്പം എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നോ ഇതിനെ ഈ വളരെ അൺസർട്ടൈൻ ആയിട്ട് എൻ്റയർ ഗ്രൂപ്പ് നിൽക്കുന്ന സമയത്ത്? എല്ലാവരും ആൻസറിന് വേണ്ടിയിട്ട് ലുക്കപ്പ് ചെയ്യുക സ്വാഭാവികമായിട്ടും താങ്കളുടെ അടുത്തേക്കായിരിക്കും. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു സംഭവത്തെ മാനേജ് ചെയ്തത്? അല്ല, സ്വാഭാവികമായിട്ട് അത്ര ഒരു ചുമതല എനിക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പം പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷനും കൂടെ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം പക്ഷെങ്കിൽ ഈ സാഹചര്യമാണ് നമ്മളെ എപ്പോഴും നമുക്ക് ബലം നൽകുന്നത്. പലരും പതറിപ്പോകുന്നു. എനിക്ക് എല്ലാവരും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി, ആടുജീവിതം സിനിമയ്ക്ക് വേണ്ടി വന്നതാണ്. പക്ഷേ എനിക്ക് എൻ്റെ ആയുസ്സിലുള്ളതാണ്, ആയുസ്സിനോട് ചേർത്ത് നിൽക്കുന്നതാണ് ഈ സിനിമ. അപ്പം എൻ്റെ ആ ചിന്തകളോടൊപ്പം പിന്നീട് ചേർക്കപ്പെട്ടവരാണ് ബാക്കിയുള്ളവരൊക്കെ. അപ്പോൾ അവരെ കരുതുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എനിക്കാണ്. എനിക്കന്നേരം ആ രീതിയിൽ പല ഭാഗത്തുനിന്ന് ഇപ്പം ടെക്നിക്കൽ ഒരു സ്റ്റഡി ക്യാം ഓപ്പറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അയക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ, അയക്ക് ഈ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സിനിമ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അടുത്ത സിനിമയുടെ ഒരു ഡേറ്റ് കാണും. ഇങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്. അവർക്കന്നേരം ആ ദിവസത്തെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈ സിനിമ എന്ന് പറയുന്നത് അവർ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഉത്തരവാദിത്വങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വം ഈ സിനിമ പൂർത്തീകരിക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലീഡർഷിപ്പ് ഞാൻ ഏറ്റെടുത്തേ പറ്റുള്ളൂ. അതിന് ബാക്കിയുള്ളവരെ ചേർത്ത് നിൽക്കുക എന്നുള്ളത്, പിന്നെ ഇതൊക്കെ സാഹചര്യം പോലെ അങ്ങ് സംഭവിക്കുന്നതാണ്. അത് ഞാൻ പൊതുവെ ഒതുങ്ങി മാറി നിൽക്കുന്നൊരു സ്വഭാവക്കാരന്. പക്ഷേ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ മുന്നിൽ തന്നെ നിൽക്കും. ഈ സിനിമയുടെ ഒരുപാട് കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം നജീബും പൃഥ്വിരാജും കണ്ടുമുട്ടുന്നതാണെങ്കിലും റഹ്മാൻ വന്ന് സംസാരിക്കുന്നതാണെങ്കിലും ഇപ്പോൾ കൊറോണ ഡേയ്സ് ആണെങ്കിലും ഒക്കെ. അപ്പം ഈ ഡോക്യുമെൻറ്റേഷൻ ഈ സിനിമയുടെ പ്രോസസ്സ് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ഫസ്റ്റ് ഡിസൈഡ് ചെയ്തിട്ട് തന്നെ പോയതാണോ? അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അപൂർവമായി ഉള്ള ഒരു ഫിലിം മേക്കിംഗ് ആണ്. ഇതിൻ്റെ ഈ ലൊക്കേഷനുകൾ ഇപ്പം സഹാറ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇങ്ങനെ ദൂരെ മാറിയെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. സഹാറയുടെ ഒരു ഏതാണ്ട് ഒരു മധ്യത്തിൽ നിന്നുകൊണ്ട് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമ എന്നൊക്കെ പറയുന്നതൊക്കെ അതിൻ്റെ പല അതുകൊണ്ട് തന്നെ പിന്നെ കൊറോണ സമയത്തൊക്കെ ചെയ്തത് വേറെ പണിയില്ലാതെ നിൽക്കുമല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇതൊരു സാധനമൊക്കെ നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അല്ലാതെ എല്ലാം സംഭവിക്കുന്ന സാഹചര്യത്തിനെ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവസാനത്തിലേക്ക് വരുമ്പോൾ ഒരു ബ്ലെസ്സിയുടെ ഒരു അടുത്ത ചിത്രം എന്തായിരിക്കും എന്ന് ചോദിക്കാമോ? ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത കാര്യം, ഈ സിനിമ ഇങ്ങനെ ഇറങ്ങിപ്പോട്ടെ, പോയിട്ടാണ് അടുത്ത സിനിമ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സല്ലേ. ഈ സിനിമയുടെ ഒരു ഹാങ് ഓവർ മാറട്ടെ എന്നുള്ളതാണ്. ഈ കാണുന്ന പ്രേക്ഷകർ പോലും പറയാറുണ്ട് ഇതിൻ്റെ ഹാങ് ഓവർ മാറിയില്ല എന്നൊക്കെ. അപ്പോൾ എത്രത്തോളം എൻ്റെ തലച്ചോറിൽ നിന്ന് ഇനിയും ഒഴിയാൻ സമയമെടുക്കും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.